ബഷീർ കഥകളിലെ പാവപ്പെട്ടവരുടെ വേശ്യ എന്ന കഥ. യുവസുന്ദരിയായ ആ നഴ്സിന് ചിരിയാണ് വന്നത്. കാമുകനോട് അവൾ പറഞ്ഞു, ജനനവും മരണവും ഞാൻ ദിവസവും കാണുന്നുണ്ട്. പുസ്തകങ്ങളിലേതല്ല, നേരിൽ ഞാൻ അതിൽ പങ്കുകൊള്ളുന്നുമുണ്ട്. ഇവിടമാണ് അധ്യാത്മവിദ്യാലയം എന്നെനിക്ക് ആശുപത്രിയെപ്പറ്റി തോന്നും. അതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ ഞാൻ അതെല്ലാം മറക്കാനാണ് ശ്രമിക്കുന്നത്. കുളി കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, പൗഡർ ഇടണം, സെൻറ്റ് പൂശണം, രുചികരമായ ആഹാരം കഴിക്കണം, കുറേ സമയം ഉല്ലാസമായി കഴിയണം. ഈ സമയത്താണ് എൻ്റെ പൊന്നങ്ങുന്നു വന്ന് ഫിലോസഫി പറയുന്നത്. കാമുകൻ: ഞാൻ ഫിലോസഫി പറയുകയല്ല, ഈ ലോകത്തിലെ കഠിനത, സ്നേഹരാഹിത്യം, അക്രമം, ഇതിനെയെല്ലാം പറ്റി സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നഴ്സ്: സ്വന്തം അനുഭവം? കാമുകൻ: അതെ. നഴ്സ്: എന്നാൽ അത് പറയൂ, ഞാനും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. കാമുകൻ: ഇടയ്ക്കൊന്നും പറയരുത്, വല്ലതുമുണ്ടെങ്കിൽ അവസാനം പറഞ്ഞാൽ മതി. നഴ്സ്: ഉത്തരവ്. ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ നഗരത്തിലെ പാർക്കിൽ ഇരിക്കുകയായിരുന്നു. കാമുകൻ പറഞ്ഞു തുടങ്ങി. കുറേ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്കെതിരെയുള്ള ബെഞ്ചിലൊരു യുവതി. തനിച്ചാണ്. ആകെ വല്ലാത്ത ഒരു മട്ട്. നേരം വെളുത്തിട്ട് കുളിച്ചിട്ടില്ലെന്ന് തോന്നി. ആഹാരവും കഴിച്ച ഭാവമില്ല. മുഖം വാടിയും ചുണ്ടുകൾ ഉണങ്ങി വലിഞ്ഞും. വെള്ളപ്പുടവയിൽ ചെമ്മണ്ണ് പുരണ്ടിട്ടുണ്ട്. ആൾ വെളുത്തതാണ്. കറുത്ത ജാക്കറ്റ് ധരിച്ചിരിക്കുന്നു. മാംസങ്ങളായ ദേഹത്ത് അത് തന്നെ ഇറുകിക്കിടക്കുന്നു. പൊന്തി നിൽക്കുന്ന രണ്ട് കറുത്ത പന്ത് പോലെ മാറിടങ്ങൾ. പാർക്കിലെ പുരുഷ നയനങ്ങൾ അവളുടെ നേർ കാണും. എന്തൊക്കെയോ പരിഹാസവാക്കുകൾ പറഞ്ഞ് ചിലർ ചിരിക്കുന്നു. ചിലരോ ആർത്തിയോടെ നോക്കുന്നു. ചിലർ എന്തോ ഓർക്കുന്നത് പോലെ. ആകെ കൂടി അവൾ അപരിചിതയല്ല. പാവപ്പെട്ടവരുടെ വേശ്യയാണവൾ എന്ന് പറയാമോ എന്ന് എനിക്ക് സംശയമാണ്. അവളെ ഒരു വാടക വീടിനോട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാഴ്ചയ്ക്ക് ഏതാണ്ട് ഭംഗിയുള്ള ചെറ്റക്കുടിലാണെന്ന് പറയാം. അങ്ങനെ എൻ്റെ ചിന്തകൾ പോയി. കുടിലുകൾ, വീടുകൾ, മാളികകൾ, കൊട്ടാരങ്ങൾ. ഈ ലോകത്തിലെ ഓരോ വേശ്യയും പറ്റി ഞാൻ ചിന്തിച്ചു. ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടല്ലോ വേശ്യകൾ. വേശ്യകൾ ഹോട്ടലുകളാണ്. ലൈംഗികമായ വിശപ്പും ദാഹവും തീർക്കാനുള്ള ഹോട്ടലുകൾ. വാടക സുന്ദരികൾ. അവിടെ ആരെല്ലാമാണ് പോകുന്നത്? സ്വന്തമായി വീടുള്ളവരും ഇല്ലാത്തവരും പോകുന്നു. പുരുഷന്മാരിൽ ഏറിയ കൂറും വിടന്മാരാണോ? എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെയായി തീരുന്നു? അവർക്കും പ്രേമം ലഭിക്കുന്നില്ലേ? മിക്കവരും അസംതൃപ്തരാണോ? അതോ വേശ്യാസ്ത്രീകൾ അവരെ അങ്ങോട്ട് ആകർഷിക്കുന്നതാണോ? സത്യം പറയാമല്ലോ, എനിക്കൊരെത്തും പിടി കിട്ടിയില്ല. ഇതൊരു പക്ഷേ നമ്മെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ലായിരിക്കാം. എന്നാലും ചിന്തിച്ചു പോകുന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വേശ്യയായി തീരുന്നത്? എപ്പോഴും സാമ്പത്തികമായിരിക്കണമെന്നില്ല അതിൻ്റെ കാരണം. പല തൊഴിലുകൾ പോലെ ഇതും ഒരു തൊഴിലായി ചിലർ സ്വീകരിച്ചു പോകുന്നു എന്നു മാത്രം. വേശ്യാവൃത്തിയാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ തൊഴിലെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതാവശ്യങ്ങൾ നേടുന്നതിനും സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുന്നതിനും രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിനും സ്ത്രീകൾ വേശ്യാവൃത്തി ആയുധമായി ഉപയോഗിക്കുന്നു. മിക്ക നടികൾ, പാട്ടുകാരികൾ, നർത്തകികൾ, രാജകുമാരികൾ എങ്ങനെ വേശ്യാവൃത്തി നിലനിന്ന് വരുന്നു? ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ മുമ്പിലുള്ള ബെഞ്ചിലിരുന്ന പെണ്ണിൻ്റെ മുഖത്ത് സന്തോഷമില്ല, വല്ലാത്ത ദുഃഖമാണ്. സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരിയെ ദുഃഖിതയായി കാണുമ്പോൾ ദുഃഖകാരണം ആരാഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ പുരുഷന്മാർക്ക് തോന്നും. മറിച്ച് ഒരു വയസ്സി വാവിട്ട് കരഞ്ഞാൽ കൂടി അധികം ആരും തിരിഞ്ഞു നോക്കുകയില്ല. അവൾ
ചെറുപ്പക്കാരിയും സുന്ദരിയുമായതുകൊണ്ടായിരിക്കാം എനിക്ക് അവളിൽ കാരുണ്യം തോന്നിയത്. എന്താണ് ദുഃഖം? നീ എവിടുത്തുകാരി? പേരെന്ത്? ഞാൻ ചെന്ന് ചോദിച്ചില്ല. പട്ടാപ്പകൽ ഒരു തേവിടിശി പെണ്ണിനോട് വർത്തമാനം പറയാൻ എനിക്കപ്പോൾ ചങ്കുറപ്പുണ്ടായില്ല. അബദ്ധത്തിനെങ്ങാൻ ഞാൻ ആശ്വസിപ്പിക്കാൻ മുതിരുകയാണെന്നിരിക്കട്ടെ, അവൾ ഊണ് കഴിച്ചിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും? അപ്പോൾ എൻ്റെ പക്കൽ 1/4 രൂപയോ മറ്റോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഊണ് കിട്ടുകയില്ല. പിന്നെ വഴിയെ പോയ വയ്യാവേലി വലിച്ച് തലയിൽ വയ്ക്കരുതല്ലോ. ഞാൻ പാർക്കിൽ നിന്നിറങ്ങി. സന്ധ്യ മയങ്ങി വരികയായിരുന്നു. പാത ജനബഹുലമാണ്. ഞാൻ പബ്ലിക് ലൈബ്രറിയുടെ അടുത്തെത്തി. റോഡിൻ്റെ മൂല തിരിയാറായപ്പോൾ അവിടെ നിന്ന് കറുത്ത് തടിച്ച ഒരു പോലീസുകാരൻ അമർഷത്തോടെ പറയുകയാണ്, അമ്പാ, ആ വരവ് കണ്ടോ, റാസ്കൽ. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നെയാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. ഉഗ്രമായ കോപം എൻ്റെ ഹൃദയത്തിൽ ആളി. ബ്ലഡി റാസ്കൽ, നീ ആരെയാണ് റാസ്കൽ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കാൻ ഭാവിച്ചു. പക്ഷേ ആ പോലീസ് കണ്ണുകൾ എൻ്റെ നേർക്കല്ല. ഞാൻ തിരിഞ്ഞു നോക്കി. എൻ്റെ പുറകെ യുവതിയായ ആ വാടക സുന്ദരി വരുന്നുണ്ട്. കോപാവേശനായി അയാൾ നോക്കുന്നത് അവളെയാണ്. പെരുമ്പാമ്പിനെ കണ്ട മുയലിനെ പോലെ അവൾ നിന്നുപോയി. പോലീസുകാരൻ്റെ കറുത്തു വീർത്ത മുഖത്തെ ചെറിയ കണ്ണുകൾ ചുവന്നു. ഒരു ചെറിയ ഇടിനാദത്തിൽ അയാൾ ചോദിച്ചു, എങ്ങോട്ടാണടി എഴുന്നള്ളുന്നത്? അവളുടെ വലിയ മിഴികൾ കരുണയ്ക്കായി അർത്ഥിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവൾ കാതരയായി പറഞ്ഞു, വീട്ടിലെ. അമ്പടി, നിന്റെ വീട്. അവളുടെ പിന്നാലെ വന്ന 2 വണ്ടിക്കാരെ തുറിച്ചു നോക്കിയിട്ട് പോലീസുകാരൻ ചോദിച്ചു, ഇവരെയൊക്കെ നീ എവിടെയാണ് കൊണ്ടുപോകുന്നത്? അവൾ, ഞാനെങ്ങും കൊണ്ടുപോകുന്നില്ല. വണ്ടിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ ബസാറിൽ നിന്ന് തുണിയും മേടിച്ചുകൊണ്ട് വരികയാണേ. തെളിവായി 2 കടലാസ പൊതികൾ തുറന്ന് വെള്ള തുണികൾ കാണിക്കുകയും ചെയ്തു. അറിയൂടാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അവളുടെ നേരെ തിരിഞ്ഞു. എടീ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ നടക്കരുതെന്ന്. എന്നിട്ട് സർവശക്തിയോടെ ആ ബാറ്റൻ വടികൊണ്ട് അവളുടെ നെഞ്ചിൽ ആഞ്ഞൊരു കുത്ത്. മണ്ണ് നിറച്ച ചാക്കിൽ കുത്തിയതുപോലെ ശബ്ദമാണ് കേട്ടത്. അയ്യോ എൻ്റെ ദൈവമേ എന്നുള്ള ആർത്തനാദത്തോടെ അവൾ വഴിയിൽ മറിഞ്ഞു വീണതും വഴിയിലെ ഇലക്ട്രിക് വിളക്ക് തെളിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഈ ന്യായം നടത്തൽ ഒരു 100-150 ആളുകൾ കണ്ടതാണ്. എന്നാൽ ആരും ആ പോലീസുകാരനോട് ഒന്നും ചോദിച്ചില്ല. ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോയി. ഒരു വലിയ വൃത്തമായിട്ടാണ് വെളിച്ചം വഴിയിൽ വീണ് കിടക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ എന്ന വണ്ണം അവളും കിടപ്പുണ്ട്. അവൾ തേങ്ങി തേങ്ങി കരയുകയാണ്. പോലീസുകാരൻ എന്നോട് പറഞ്ഞു, ഒരു വളിച്ച ചിരിയോടെയാണ്, സാറേ, ഈ ശവങ്ങളെ ചുട്ടരിക്കണം. ഈ ഭയങ്കരികളെ കൊണ്ട് പട്ടണം നിറഞ്ഞുപോയി. ഉള്ള ചീഞ്ഞളിഞ്ഞ രോഗങ്ങൾ ഇവിടെ വിതറാൻ നടക്കുകയാണ്. അതിനുള്ള DM-മാരാണ് ഈ വണ്ടിക്കാർ. എന്നിട്ട് വണ്ടിക്കാരോടായിട്ട്, വൈനടാ നായ്ക്കളെ എന്ന് ആജ്ഞാപിച്ചു. വണ്ടിക്കാരൻ നിന്ന് വിറച്ചു. അവർ ഡാഫർമാരല്ലെന്നും താണു വീണ് പറഞ്ഞു. പക്ഷേ ഫലമുണ്ടായില്ല. അവരെയും കൊണ്ട് പോലീസുകാരൻ പോയി. ഞാൻ അവളുടെ അടുത്ത് ചെന്നതോടെ ആ മാറിടങ്ങൾ കുലുങ്ങി അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു തുടങ്ങി. എൻ്റെ സാറേ, ഇതൊന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് അവൾ ജാക്കറ്റ് പൊന്തിച്ചു. വലതുമുലയുടെ മുകളിലാണ് ചുവന്ന നെയ്യപ്പം പോലെ തടിച്ചു പൊന്തി കിടക്കുന്നത്. നീതിയുടെ അടയാളം. അതങ്ങനെ തീർന്നു. പാവപ്പെട്ട ആ വണ്ടിക്കാർക്ക് എന്തെല്ലാം അടയാളങ്ങളാണ് കിട്ടാൻ പോകുന്നത്? എൻ്റെ സാറേ, അവൾ പറയുകയാണ്, കഴിഞ്ഞ തിങ്കളാഴ്ച ഒതളങ്ങാപ്പരിപ്പ് തിന്ന് ഞാൻ ചാകാൻ പോയതാ. പിന്നെ ആത്മാവ് പിശാചിന് കൊടുക്കണമല്ലോ എന്ന് കരുതി. ഞാൻ ചോദിച്ചു, അച്ഛനും അമ്മയും ഇല്ലേ? ഒരു അനിയൻ ചെറുക്കനേ ഉള്ളൂ. മലമ്പനി പിടിച്ച് ആശുപത്രി കിടക്കുകയാണ്. 5-6 ദിവസമായി.
അവനൊന്ന് കാണാൻ ഞാൻ ചെല്ലും. ഗേറ്റ് കാവക്കാർ കടത്തി വിടുകയില്ല. കാശ് കൊടുക്കണം. ഇന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചതാ. ഈ കാലന്മാർ കാരണം കിടക്കപ്പൊറുതിയില്ല. വല്ലോണം മരിച്ചെങ്കിൽ. കഴിഞ്ഞ രാത്രി ആ പോലീസുകാരൻ പറഞ്ഞത് ഒരിടത്ത് ചെല്ലണമെന്ന്. അങ്ങോട്ട് പോയപ്പോൾ വഴിക്ക് വേറെ 2 പോലീസുകാർ വേറൊരിടത്തേക്ക് തടുത്തോണ്ട് പോയി. ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 1/4 രൂപ ഞാൻ അവൾക്ക് കൊടുത്തിട്ട് പോന്നു. അന്ന് പാതിര കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. എന്തെന്നാൽ അവളുടെ വലതു മുലയുടെ മുകളിൽ ചുവന്ന നെയ്യപ്പം പോലെ തടിച്ചു പൊന്തി കിടക്കുന്ന ആ അടയാളം എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അയ്യോ പാവം, യുവസുന്ദരിയായ ആ നഴ്സ് പറഞ്ഞു. ആലോചിച്ചു നോക്ക്, അവൾ വില കൂടിയ സാരിയും ഹൈ ഹീൽ ചെരുപ്പും തോളിൽ വാനിറ്റി ബാഗുമൊക്കെയായി ഗമയിൽ നടന്നിരുന്നെങ്കിൽ അങ്ങനെ മെക്കിട്ട് കയറുന്നതിന് വല്ലവരും ധൈര്യപ്പെടുമായിരുന്നു.